നമസ്കാരം. നമസ്കാരം. മലയാളികൾക്കേറെ പ്രിയപ്പെട്ട മലയാളികളുടെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാർ ആണ് മഞ്ജു വാര്യർ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മലയാള സിനിമയിൽ തന്റേതായ ഒരിടം നേടിയെടുക്കാൻ മഞ്ജുവിന് സാധിച്ചിട്ടുണ്ട്. വിവാഹത്തോടെ അപ്രതീക്ഷിത ഇടവേളയാണ് മഞ്ജു സിനിമയിൽ എടുത്തതെങ്കിൽ പോലും നീണ്ട 14 വർഷമായിരുന്നു മലയാള സിനിമയിൽ നിന്ന് മഞ്ജു വാര്യർ. അത് സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയായിരുന്നു എന്ന് പലതവണ മഞ്ജു വാര്യരാണെങ്കിലും ഇപ്പൊ സംവിധായകൻ സത്യനന്ദിക്കാടാണെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇന്ന് മലയാള സിനിമയിലുള്ള മറ്റുള്ള നായികമാരെക്കാളും ഇന്ന് ഒരു ഇടവേളയ്ക്ക് ശേഷം വന്നെങ്കിൽ പോലും ഇന്ന് മഞ്ജു വാര്യർക്കുള്ള ഒരു താരപ്രഭ അതെ മറ്റാർക്കും ഇല്ല എന്ന് തന്നെ പറയുന്നത്. കാരണം അത്രത്തോളം ഒരു മേക്ക് ഓവർ ഒക്കെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോ അതിനെ കുറിച്ചാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഏറ്റവും വലിയൊരു വിഷയമാണ്. കാരണം ഇന്നത്തെ സ്ത്രീകൾക്ക് വലിയൊരു പ്രചോദനമാണ് നമ്മുടെ മഞ്ജു വാര്യർ എന്ന് പറയുന്നത്. ആ ഒരു ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷവും സാധാരണ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സ്വന്തം മകൾ പോലും തന്റെ അച്ഛനൊപ്പം പോകണമെന്ന് പറഞ്ഞപ്പോ പോലും സാധാരണ സ്ത്രീകൾ തകർന്നിരിക്കുമ്പോൾ അതൊന്നും തനിക്ക് വലുതല്ല. തനിക്ക് ഒരു ധൈര്യമുണ്ട്. ആ ഒരു ധൈര്യത്തോടു കൂടി എന്ത് പ്രശ്നം വന്നാലും ഞാൻ നേരിടും എന്നൊരു ധൈര്യത്തോടു കൂടി മഞ്ജു വന്ന ആ ഒരു വരവ്, ആ ഒരു സിനിമയിൽ വന്നതിന് ശേഷം ഒരു സിനിമ പോലും തോൽക്കാതെ എല്ലാ സിനിമകളും വിജയിച്ച് ഒരു നായികയായി എല്ലാവരുടെയും മനസ്സിൽ ഒരു പ്രചോദനമായി മാറിയ, അത് ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ള ഒരു വാക്ക് തന്നെയാണ്. എല്ലാ സ്ത്രീകൾക്കും ഒരു പ്രചോദനം തന്നെയാണ് മഞ്ജു വാര്യർ എന്ന് പറയുന്നത്. മഞ്ജു വാര്യരുടെ ആ ഒരു വളർച്ച എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു തന്നെയാണ് വളർച്ചയായിരുന്നു. അത് മാത്രമല്ല നമ്മുടെ ഹവോൾഡാറി എന്ന സിനിമ അതായിരുന്നു മഞ്ജു വാര്യന്റെ രണ്ടാം വരവ് എന്ന് പറയുന്നത്. പക്ഷെ അതിനു മുന്നേ, രണ്ടാം വരവിന് മുന്നേ ഒരു വിവാഹമോചനത്തിന് ശേഷം മഞ്ജുവിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ഇടവേളയുണ്ട്. അത് നമ്മൾ തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ആവശ്യം തന്നെ തന്നെയാണ്. കാരണം പണം പോലും ദിലീപിൽ നിന്ന് അത് ആവശ്യപ്പെട്ടിട്ടില്ല മഞ്ജു വാര്യർ എന്നുള്ള കാര്യം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. സ്വന്തമായി ഇന്ന് 100 കോടിയുടെ സമ്പാദ്യം ഇന്ന് മഞ്ജുവിന് സ്വന്തമായിട്ടുണ്ട്. അന്ന് വിവാഹമോചനം നേടിയപ്പോൾ ദിലീപിൽ നിന്ന് പണം വാങ്ങിച്ചില്ല, പകരം സ്വന്തമായി അധ്വാനിച്ച് ഇന്ന് മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമായി മാറണമെങ്കിൽ അത് തീർച്ചയായിട്ടും മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ സമയത്തുള്ള കുറച്ച് കാര്യങ്ങൾ പലരും തുറന്നു പറഞ്ഞിട്ടുണ്ട്. മഞ്ജു വാര്യർ എത്രത്തോളം കഷ്ടപ്പെട്ടു സാമ്പത്തികപരമായിട്ട് ഈ കാലയളവിൽ മഞ്ജു വാര്യർക്ക് ഉണ്ടായ വളർച്ചയും എടുത്തു പറയേണ്ട ഒരു കാര്യമാണല്ലോ. വിലപിടിപ്പുള്ള നായികമാരിൽ ഒരാളെ മഞ്ജു വാര്യർ പടിപടിയായിട്ടാണ് സാമ്പത്തികമായി വളർന്നത്. 140 കോടിക്ക് മുകളിൽ ആസ്തിയാണ് മഞ്ജു വാര്യർക്ക് ഉണ്ടെന്നാണ് ഇപ്പോഴും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അത് മാത്രമല്ല കാറുകളോടാണ് മഞ്ജു ഏറ്റവും കൂടുതൽ താല്പര്യം. അത് ഓരോ നിമിഷവും താൻ പുതിയ കാറുകൾ വാങ്ങുമ്പോഴെല്ലാം മഞ്ജു അത് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട്. മിനി കൂപ്പർ SC ഇലക്ട്രിക് ഹാച്ച് ബാക്ക് വാങ്ങിയ ഒരു ഇന്ത്യയിലെ ആദ്യ സെലിബ്രിറ്റി താരം കൂടിയാണ്. അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത്. കാരണം അത്രയും വലിയ പ്രശ്നങ്ങളിൽ നിന്ന് വന്ന് ഇന്ന് ഇന്ത്യയിൽ തന്നെ അത് അങ്ങനെ ഒരു വളർച്ച കൈവച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ത്രീയുടെ ഒരു ഉയർച്ച എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പറ്റാത്ത ഒരു വളർച്ചയായിരുന്നു. സത്യം പറഞ്ഞാൽ ആര് നോക്കി നിന്ന് പോകുന്നതാണ്. കാരണം മിനി കൂപ്പർ മാത്രമല്ല കേട്ടോ, റേഞ്ച് റോവറും ബെൻസ് എന്നീ കാറുകളൊക്കെ മഞ്ജുവിന്റെ കളക്ഷനിലുണ്ട്. മാത്രമേ നമ്മുടെ ഒരു ലക്ഷറി ബൈക്കായിട്ടുള്ള BMW R 1250 GS 21 ലക്ഷം രൂപ കൊടുത്ത് സ്വന്തമാക്കിയ ആളാണ് നമ്മുടെ മഞ്ജു വാര്യർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഘട്ടമായിട്ട് സാമ്പത്തികമായി ഒന്നും കയ്യിലില്ലായിരുന്ന ആളായിരുന്നു ആ മഞ്ജു വാര്യർ. നൃത്തവേദികളിലൂടെയാണ് പണം സ്വരൂപിച്ച് ഒരു സമയം മഞ്ജുവിനുണ്ടായിരുന്നുവെന്ന് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മിയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നുണ്ടായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാന്ന് വിചാരിച്ചത്. കാരണം ഇത്രയും വലിയൊരു വെളിപ്പെടുത്തലാണ് ഉണ്ടായത്. കാരണം നമ്മൾ ഇന്ന് കാണുന്ന മഞ്ജു വാര്യർ അല്ലായിരുന്നു ആ വിവാഹമോചന സമയത്ത് ഉണ്ടായിരുന്നത്. വളരെ വേദന, കോടതി മുറിയിൽ നിന്നും കണ്ണു നിറഞ്ഞു പോകുന്ന മഞ്ജു വാര്യരുടെ വീഡിയോ മലയാളികൾ ഏറെ നൊമ്പരത്തോടെയാണ്. ഇപ്പൊ ഈ വീഡിയോയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാനൊരു കഴിഞ്ഞ ദിവസം ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് മഞ്ജു ഏറ്റവും കൂടുതൽ ദിലീപുമായിട്ടുള്ള പ്രണയമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാന്നുള്ള കാര്യം തന്നെയാണ്. അതിനുശേഷം വിവാഹമോചനം കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരുമ്പോ എല്ലാ മാധ്യമങ്ങളും മഞ്ജുവിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ആ ഒരു വീഡിയോ എടുക്കുമ്പോൾ പോലും കരഞ്ഞ കണ്ണുകളോടുകൂടിയാണ് മഞ്ജു ഒരുപാട് എല്ലാവരുടെ മുന്നിൽ നിന്ന് കരയാൻ നിന്ന് കൊടുത്തില്ലെങ്കിൽ പോലും ആ നിറകണ്ണുകളോടുകൂടി മഞ്ജു ആ കാറിൽ കയറി പോകുന്ന ദൃശ്യങ്ങൾ ഇപ്പോഴും വൈറലാണ്. അതിനുശേഷം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞിട്ട് മഞ്ജുവിന്റെ ഒരു
ഒരു തിരിച്ചുവരവാണ് ആ വീഡിയോയിൽ വീണ്ടും കാണിക്കുന്നത്. മഞ്ജു ഹൗ ഓൾഡ് ആർ യു എന്ന സിനിമയിലൂടെ തിരിച്ചു വരുന്നതും അതിനുശേഷം മഞ്ജുവിന്റെ ഓരോ മേക്ക് ഓവറും അവസാനം വന്ന് നിൽക്കുന്നത് എമ്പുരാൻ എന്ന് പറയുന്ന അതും ശക്തമേറിയ ഒരു കഥാപാത്രത്തെയാണ് മഞ്ജു വാര്യർ വന്ന് അത്രയും ആ ഒരു ജീവിതം എന്ന് പറയുന്നത്, ആ ഒരു ജീവിതയാത്ര എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരിക്കലും പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്തതാണ്. സാധാരണ ഒരു സ്ത്രീ ആയിരുന്നുണ്ടെങ്കിൽ ഈ ഇത്രയും വലിയൊരു പ്രശ്നം തന്റെ ജീവിതത്തിൽ നടക്കുമ്പോൾ എല്ലാവരും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷെ കുറച്ചു പേരാണെങ്കിൽ പോലും ഒന്ന് തകർന്നു പോകും. സ്വന്തം മക്കളാണ് ഏറ്റവും കൂടുതൽ എല്ലാ അമ്മമാർക്കും ഒരു പ്രചോദനം എന്ന് പറയുന്നത്. പക്ഷെ മകൾ പോലും പോയി. അന്ന് അച്ഛനൊപ്പം പോയപ്പോൾ അച്ഛനൊപ്പം നിൽക്കട്ടെ എന്ന് പറഞ്ഞത് മഞ്ജു തന്നെയായിരുന്നു. കാരണം അച്ഛനും മകളും തമ്മിലുള്ള ആ ബന്ധത്തെ കുറിച്ച് നന്നായി അറിയാം എന്ന് പറഞ്ഞ ആളും കൂടിയാണ് മഞ്ജു വാര്യർ എന്ന് പറയുന്നത്. അപ്പൊ എത്രത്തോളം നല്ലൊരു അമ്മയായിരുന്നു, എത്രത്തോളം നല്ലൊരു ഭാര്യയായിരുന്നു, അച്ഛനെയും ഭർത്താവിനെയും മകളെയും മനസ്സിലാക്കുന്ന നല്ലൊരു കുടുംബിനിയായിരുന്നു മഞ്ജു എന്ന് അതിലൂടെ തന്നെ വ്യക്തമാകുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിട്ട സമയത്ത് മഞ്ജു വാര്യരുടെ കയ്യിൽ പണമൊന്നും ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. മഞ്ജു തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയതെന്നും നമ്മുടെ ഭാഗ്യലക്ഷ്മി കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുകയുണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്വന്തം കരിക്കം, നമ്മുടെ തിരുവനന്തപുരത്തുള്ള കരിക്കം ക്ഷേത്രത്തിലുള്ളവർ ഒരു ദിവസം ഭാഗ്യലക്ഷ്മി വിളിക്കുകയുണ്ടായി. ഉത്സവകാലത്ത് ഡാൻസിന് മഞ്ജു വാര്യരെ സംഘടിപ്പിച്ച് തരാമോ എന്ന് ചോദിക്കുകയായിരുന്നു. അങ്ങനെ ഗീതു മോഹൻദാസിനോട് സംസാരിച്ചപ്പോൾ മഞ്ജുവിന്റെ നമ്പർ ലഭിക്കുകയും മഞ്ജുവിനെ വിളിച്ച് ഡാൻസ് കളിക്കുമോ എന്ന് ചോദിക്കുകയായിരുന്നു. അതിന് മഞ്ജു പറഞ്ഞ ഒരു മറുപടി ഉണ്ട്: കളിക്കും ചേച്ചി, ഡാൻസ് ചെയ്തേ പറ്റൂ. സാമ്പത്തികമായി പ്രശ്നം, ഞാൻ വളരെ പ്രശ്നത്തിലാണ്. കാരണം എന്റെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം ഫ്രീസ് ചെയ്തിരിക്കുകയാണെന്നാണ് പറയുന്നത്. കയ്യിൽ പൈസ ഇല്ല, പൈസ വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ക്ഷേത്രത്തിൽ നല്ല തുകയ്ക്ക് മഞ്ജു വാര്യർ ഡാൻസ് ചെയ്തെന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലേഡി സൂപ്പർ സ്റ്റാറായി വാണുകൊണ്ടിരിക്കുന്ന മലയാള സിനിമയിൽ ദിലീപിനേക്കാളും ആ തുടക്ക സമയത്ത് ദിലീപിനേക്കാളും മലയാള സിനിമയിൽ വാണുകൊണ്ടിരുന്ന ലേഡി സൂപ്പർ സ്റ്റാർ ആണ് എന്ന് ആ വാക്ക് പറഞ്ഞത്. ഒന്നും ഇല്ല, ബാങ്ക് അക്കൗണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിലേക്ക് വന്നതിന് ശേഷമാണ് ദിലീപും മഞ്ജുമായിട്ടുള്ള പ്രണയം പോലും നടക്കുന്നത്. അത് കഴിഞ്ഞ് ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷം തനിക്ക് ഒന്നുമില്ലായ്മയിൽ നിന്ന് തന്നെയാണ് ഇപ്പോ കാണുന്ന മഞ്ജു വാര്യരിലേക്ക് എത്തിപ്പെട്ടത്. അത് മാത്രമല്ല, ആ ഒരു നിസ്സഹായ അവസ്ഥ, തനിക്കൊന്നുമില്ല, ഒരു ഡാൻസ് കളിച്ച് കിട്ടുന്ന ആ വരുമാനം മാത്രമേ തന്റെ കയ്യിൽ ഉള്ളൂ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ സത്യം പറഞ്ഞാൽ നമുക്ക് ഒട്ടും തീർച്ചയായിട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തത് തന്നെയാണ്. അത് മാത്രമല്ല, വിവാഹ ജീവിതം തകർന്നതോടെ തന്നെ ഭർത്താവ് ദിലീപിൽ നിന്നും ഒരു ജീവനാംശവും തനിക്ക് വേണ്ട, ഒന്നും വാങ്ങാതെയാണ് മഞ്ജു വാര്യർ പുതിയൊരു ജീവിതത്തിലേക്ക് കെട്ടിപ്പടുക്കുന്നത്. അത് മാത്രമല്ല, ദിലീപിന്റെയും തന്റെയും ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊന്നും ഒരിക്കൽ പോലും മഞ്ജുവോ അല്ലെങ്കിൽ ദിലീപോ പുറത്തു പറഞ്ഞിട്ടില്ല. എപ്പോഴും വാർത്തകളിൽ ഇരുവരും നിറയുമ്പോഴും തന്റെ സ്വകാര്യ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ ഒരിക്കലും ആരും അറിയണ്ട എന്ന് കരുതുന്ന ആൾക്കാർ തന്നെയാണ് മഞ്ജു വാര്യറും ദിലീപും എന്ന് പറയുന്നത്. മാത്രമല്ല, സിനിമയിൽ പ്രവർത്തിക്കുന്നവർ തന്നെ പല കഥകളും ഇരുവരെയും കുറിച്ച് ഒരുപാട് കെട്ടുകഥകൾ പോലും ആ സമയത്ത് ഇറങ്ങുകയുണ്ടായി. പക്ഷെ അതിലും ഒരുപാട് വാർത്തകൾ വന്നപ്പോൾ പോലും രണ്ടുപേരും തകർന്നില്ല എന്ന് മാത്രമല്ല, പ്രതികരിച്ചിരുന്നുമില്ല. ആദ്യ വിവാഹം പരാജയമായ ശേഷം കാവ്യമായ ഒരു പുതിയ ജീവിതം ദിലീപ് തുടങ്ങിയപ്പോൾ പോലും മഞ്ജു വാര്യർ ഇപ്പോഴും സിംഗിൾ ലൈഫ് നയിക്കുകയാണ്. ഈ സമയത്തും മഞ്ജു വാര്യറിനെ പറ്റി പല കെട്ടുകഥകളും വന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ഹൗ ഓൾഡ് ആർ യുവിന് ശേഷം എന്നും എപ്പോഴും എന്ന ചിത്രത്തിലാണ് മഞ്ജു രണ്ടാമതായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ട്, അതിലൊരു കഥ വരുന്നുണ്ട്. ശേഷം നടി പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വൈറലായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക്. കാരണം മഞ്ജുവിന്റെ വ്യക്തി ജീവിതവുമായി സിനിമയ്ക്ക് ബന്ധമില്ലേ എന്ന് ചോദ്യം ഉയർന്നിട്ടുണ്ടായിരുന്നു ഈ സിനിമ ഇറങ്ങിയ സമയത്ത്. എനിക്കൊന്നും പറയാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയായിരുന്നു എന്നാണ് മഞ്ജു ആ സമയത്ത് പറഞ്ഞത്. വളരെ ബാലിശമായ ആൾക്കാർ സങ്കല്പിച്ച് ഇങ്ങനെയായിരിക്കും, അങ്ങനെയായിരിക്കും, അത് ഉദ്ദേശിച്ചാണ്, ഇത് ഉദ്ദേശിച്ചാണെന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ആ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കാരണം എന്നും എപ്പോഴും എന്ന സിനിമ അങ്ങനെയാണല്ലോ, കഥാപശ്ചാത്തല മകളുമായിട്ട് വരുന്ന ഒരു കഥയാണല്ലോ വരുന്നത്. അപ്പൊ അങ്ങനെയെങ്കിൽ ഒരു കഥയും എനിക്ക് എടുക്കാൻ പറ്റില്ലെന്നും, ജീവിതമാകുമ്പോൾ പ്രശ്നങ്ങളും അതിനെ അതിജീവിക്കലും ഉണ്ടാകുന്നു, അതില്ലെങ്കിൽ കഥയില്ലല്ലോ, എല്ലാം കണക്ട് ചെയ്ത് കൊണ്ടുപോകരുത്, സിനിമയിൽ കഥാപാത്രങ്ങളാണ് സംസാരിക്കുന്നത്, അഭിനയിക്കാതിരിക്കുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നിയോ എന്ന് ചോദിക്കുമ്പോഴും ഒന്നുമില്ല, ഞാൻ അങ്ങേയറ്റം സന്തോഷം അനുഭവിച്ച് തന്നെയായിരുന്നു ആ കുടുംബ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് മഞ്ജു വാര്യർ അപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അല്ലാതെ ബുദ്ധിമുട്ടി അഭിനയിക്കാൻ വയ്യല്ലോ എന്നൊന്നും ചിന്തിച്ചിട്ടില്ലെന്നാണ് മഞ്ജു വാര്യർ അന്നും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല, മഞ്ജു വാര്യർ സിനിമാ രംഗത്ത് നിന്നും വിട്ടുനിന്ന ആ ഒരു കാലത്തെ കുറിച്ച് സംവിധായകൻ സത്യൻ അന്തിക്കാട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വാക്കുകൾ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലായ ഒരു വാക്കുകളായിരുന്നു. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടില് മഞ്ജുവിന്റേത് വലിയൊരു ഇടവേള തന്നെയായിരുന്നു. പക്ഷെ എനിക്കതൊരു ഗ്യാപ്പായിട്ട് തോന്നിയിട്ടില്ല എന്നാണ് സത്യൻ അന്തിക്കാട് അന്ന് മഞ്ജു വാര്യർ ഈ സിനിമയിൽ നിന്നും വിട്ടുനിന്ന സമയത്തെ കുറിച്ച് പറഞ്ഞത്. അതിനുള്ള കാരണം പറഞ്ഞത്,
മഞ്ജു ഒന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, അല്ലെ? അതെ അതെ, മഞ്ജു ദുഃഖകരമായ കാലഘട്ടത്തിലൂടെ കടന്നുപോയെന്നും ആളുകൾ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. മഞ്ജു സ്വന്തം ഇഷ്ടപ്രകാരമാണ് അഭിനയം നിർത്തി കുറച്ച് ഗ്യാപ്പ് എടുക്കാനായിട്ട് തീരുമാനിച്ചത്. ആ ഒരു തീരുമാനം എന്തുകൊണ്ടും നല്ലതായി എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. അതിനുശേഷമാണ് മഞ്ജു തന്റേതായിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു പതനം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു തോൽവി അതിനുശേഷം മഞ്ജുവിന് ഉണ്ടായിട്ടില്ല, എല്ലാം വിജയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുപോലെ തന്നെ സത്യം കർദിക്കാട് അതിലൊരു തമാശയായി പറയുന്നുണ്ട്, ഡാൻസ് പ്രാക്ടീസിനൊക്കെ മഞ്ജുവിന് മടിയായിരുന്നു, അമ്മ പറയുന്ന ഒരു കാര്യമായിരുന്നു അതെന്നൊക്കെ പറയുന്നുണ്ട്. കാരണം മഞ്ജുവിന്റെ ജീവിതത്തിലേക്ക് വേദനാജനകമായ അധ്യായമായിരുന്നു ഉണ്ടായത്. പക്ഷെ ഇന്നും എപ്പോഴും എന്ന സിനിമയായ അതിന് യാതൊരു ബന്ധവുമില്ല, അപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ നമ്മുടെ മഞ്ജുവിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് 100 നാവായിരിക്കും, അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. പിന്നെ മറ്റൊരു കാര്യത്തിലേക്ക് വരുമ്പോൾ മഞ്ജു ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ ഒരു സംഭവത്തിലേക്ക് വരുമ്പോൾ ദിലീപിന്റെ കേസുമായി ബന്ധപ്പെട്ടിട്ട് വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതിനിടയിൽ മഞ്ജുവിനെ കുറിച്ചും ചർച്ചകൾ വരുന്നുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും വരുന്ന ഒരു കാര്യമാണ്, മുൻ ഭാര്യയാണ്. പിന്നെ കേസുമായി ബന്ധപ്പെട്ടിട്ട് മഞ്ജു ഇതിന്റെ തുടക്ക സമയത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം വലിയ വിമർശനങ്ങൾക്കും കാരണമായിട്ടുണ്ട്. മഞ്ജു ആണ് കേസിന് ഫസ്റ്റ് തന്നെ ഒരു തുടക്കം കുറിച്ചത് എന്നുള്ള രീതിയിൽ. പക്ഷെ ജീവിതത്തെ കുറിച്ച് പോലും പുറത്ത് പറയാത്ത, അല്ലെങ്കിൽ അത് വളരെ രഹസ്യമായി സൂക്ഷിക്കുന്ന, അല്ലെങ്കിൽ ഇന്നും പല വേദികളിലും ദിലീപേട്ടൻ എന്ന് അഭിസംബോധന ചെയ്യുന്ന മഞ്ജു വാര്യർ ഒരിക്കലും ദിലീപിനെതിരെ ഒരു സംസാരം ഉണ്ടാവില്ല എന്ന്, ദിലീപിനെതിരെ ഒരിക്കലും സംസാരിക്കില്ല എന്ന് തന്നെയാണ് മഞ്ജു വാര്യർ അറിയുന്ന എല്ലാവരും പറയുന്നത്, അല്ലെ? ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല എന്ന് തന്നെ പറയും. പക്ഷെ കോടികൾ മഞ്ജു എറിയുന്നുണ്ട് എന്നുള്ള ഇതൊക്കെ മനഃപൂർവ്വം ദിലീപിനെ കേസിൽ കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ദിലീപിനെ ജയിലിലാക്കാനായിട്ട് മഞ്ജു ആണ് ഇതിൽ തുനിഞ്ഞിറങ്ങുന്നത് എന്നുള്ള രീതിയിലും ഒരുപാട് വിമർശനങ്ങൾ മഞ്ജു, അത് വർഷങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. 2014 അല്ലെങ്കിൽ പിന്നെ ഇവര് വിവാഹമോചിതരാകുന്ന ഒരു സമയം, അല്ലെങ്കിൽ കാവ്യമാധവനായിട്ട് വിവാഹിതയാവുന്ന ഒരു സമയം, അങ്ങനെ ഒരു ഗ്യാപ്പ് നോക്കി പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ മഞ്ജുവാരുടെ വിവാഹമോചിതയായിട്ട് കാവ്യമാധവനുമായി വിവാഹം കഴിക്കാൻ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അവര് ജീവിക്കാൻ തുടങ്ങി ഒരുപാട് കഴിഞ്ഞിട്ടാണ് മറ്റേ നടി ആക്രമിച്ച കേസൊക്കെ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്രയും വർഷങ്ങൾ ഇത്രയും കാത്തിരുന്നിട്ടാണോ ഒരു പകരം വീട്ടിൽ ഉണ്ടാവുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നു. അത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ വരുന്നത് ദിലീപിന്റെ കാവ്യയുടെ വിവാഹത്തിന് ശേഷമാണ് ഒരുപാട് വിമർശനങ്ങൾ തന്നെ അവർക്കെതിരെ വരാൻ തുടങ്ങിയത് തന്നെ. മഞ്ജു തന്റെ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ നോക്കുന്ന ഒരു തിരക്കിലായിരുന്നു എന്ന് വേണം ശരിക്കും പറയാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് തന്റെ ആദ്യ ഭർത്താവ് ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ സ്വന്തം മകൾ ഭർത്താവിന്റെ കൂടെയാണ് നിൽക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ആ ജീവിതം തകർക്കാൻ തീർച്ചയായിട്ടും മഞ്ജു എന്ന നടി ഒരിക്കലും ശ്രമിക്കുന്നില്ല. കാരണം മഞ്ജു ഇപ്പോ സാധാരണ തകർക്കാനായിട്ട്, ദിലീപിന്റെ ജീവിതം തകർക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ മഞ്ജുവിന് ആ നിമിഷം തന്നെ വേണമെങ്കിൽ അത് സാധിക്കുമായിരുന്നു. ആ ഒരു ഡിവോഴ്സ് നടന്ന സമയത്ത് അത് അത്രയും വർഷങ്ങൾ കാത്തിരിക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. കോടികൾ ഇറക്കി, ഇത്ര 100 കോടി ഇറക്കി, 200 കോടി ഇറക്കി ദിലീപിനെ തകർക്കാൻ വേണ്ടി ഒന്നുമില്ല. എടുക്കാനാണ് മഞ്ജു. ഒരു കാര്യം പറയുമ്പോഴേ ഭാഗ്യലക്ഷ്മിയുടെ ആ വാക്കുകൾ നമുക്ക് ഓർക്കേണ്ടി വരും. ഒന്നുമില്ലാതെ ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷം തനിക്ക് ജീവിക്കാനായിട്ട് ജീവിതമാർഗം തേടി ഒരു അമ്പലത്തില് ഡാൻസ് കളിച്ച് അതിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിൽ ജീവിച്ച മഞ്ജു ഇന്ന് സിനിമയിൽ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ ആണ്. അങ്ങനെയുള്ള മഞ്ജു ഒരാളുടെ ജീവിതം തകർക്കാനായിട്ട് അത് നോക്കുമോ? അത് ഈ കേസിന്റെ ഇടയിൽ ഇങ്ങനെ ശ്രമിക്കുമോ എന്ന് പോലും ചിലർക്ക് സംശയമാണ്. അങ്ങനെയുള്ള മഞ്ജുവിന്, അല്ലെങ്കിൽ ആ കുടുംബത്തെ വെറുതെ വിടുക, ആ കുടുംബം സന്തോഷകരമായിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ. മഞ്ജുവിന്റെ കരിയറുമായിട്ട് അവര് ആഗ്രഹിച്ച ജീവിതം നയിച്ചുകൊണ്ട്. ഇപ്പോഴേ അങ്ങനെ ഇപ്പൊ ദിലീപിനെ തകർക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നതാണ്, ദിലീപിനെ അങ്ങനെ തകർക്കണമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് മഞ്ജുവിന് തുറന്നു പറയാം. അങ്ങനെയാണെങ്കിൽ കൂടുതലും മഞ്ജുവിനെയല്ലേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. പക്ഷെ അതൊന്നും പറയാതെ മഞ്ജു ഒരിക്കലും ദിലീപും കാവ്യയും അവരുടെ ജീവിതം തകരണം, അവര് സന്തോഷത്തോടെ ജീവിക്കാൻ പാടില്ല എന്ന് ഒരിക്കലും പോലും കരുതിയിട്ടില്ല. ഇപ്പോഴും മഞ്ജുവിന്റെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അത് മാത്രമല്ല, നമ്മൾ അറിയാതെ അവര് തമ്മിലുള്ള ഒരു ബന്ധം ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നത് തെളിവായിരുന്നു. മീനാക്ഷി മഞ്ജുവിനെ ഫോളോ ചെയ്യുകയും തിരിച്ച് ഇങ്ങോട്ട് ഫോളോ ചെയ്തത് ഒരുപാട് മാധ്യമങ്ങളുടെ വാർത്തകൾ മൂലമാണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ കഴിയുന്നത്. പക്ഷെ അവര് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടോ എന്നൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ. ഒരിക്കലും മാധ്യമങ്ങളുടെ മുന്നില് ദിലീപിന്റെയോ മഞ്ജുവിന്റെയോ കുടുംബം ചർച്ചയാകരുത് എന്നൊരു ബോധ്യം അവർക്ക് രണ്ടുപേർക്കുണ്ട്. ഇപ്പോ ദിലീപിന്റെ കേസുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഉണ്ടെങ്കിൽ പോലും അവരുടെ വ്യക്തി ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചർച്ച ചെയ്യാതിരിക്കാനായിട്ട് മഞ്ജു പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അതാണ് ഓരോ പോസ്റ്റും ഓരോ വിവരങ്ങളും മഞ്ജു കൊടുക്കുമ്പോൾ പോലും അത് ശ്രദ്ധിച്ചും കണ്ട് മാത്രമേ ചെയ്യത്തുള്ളൂ. ഞാൻ കാരണം ആരും ഒന്നും അറിയാൻ പാടില്ല എന്നുള്ളത്. എന്തായാലും
ഇങ്ങനെയുള്ള പല പല കഥകൾ മഞ്ജുവിനെയും അല്ലെങ്കിൽ ആ കുടുംബത്തെയും ബാധിക്കുന്ന രീതിയിലുള്ള പല കഥകളും സൃഷ്ടിക്കാതിരിക്കുക. കാരണം അവരവരുടെ ജീവിതവും അവർ മുന്നോട്ടുള്ള ഒരു ആഗ്രഹ സഫലീകരണത്തിലാണ്, സ്വപ്നങ്ങൾക്ക് പിന്നാലെയുള്ള ജീവിതത്തിലേക്കാണ് മഞ്ജു ഇപ്പോൾ കടന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ദിലീപും അദ്ദേഹത്തിന്റെ സിനിമകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നല്ല നല്ല സിനിമകൾ ദിലീപിന്റേതായി വരാനുണ്ട്, മഞ്ജുവിന്റെ സിനിമകൾ വരാറുണ്ട്. അപ്പോ അത് അവരുടെ ജീവിതം അങ്ങനെ കെട്ടിപ്പടുക്കട്ടെ. അപ്പൊ മലയാള സിനിമയ്ക്ക് എന്നും ഒരു മുതൽക്കൂട്ട് തന്നെയാണ് മഞ്ജു വാര്യർ. അല്ലെങ്കിൽ മലയാള സിനിമാ പ്രേമികൾക്കും നമ്മുടെ ജനങ്ങൾക്കും വലിയൊരു പ്രചോദനമായി മഞ്ജു എന്നും ഈ മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.